പ്രിയമുള്ളവരെ, സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു പോയെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ എനിക്ക് അത്ഭുതമാണ്. കാരണം എറണാകുളത്ത് ഇത്രയും സ്ത്രീകളുള്ള ഒരു യോഗത്തിലും ഞാൻ പങ്കെടുത്തിട്ടില്ല. സാധാരണ മൂത്ത് നരച്ച ആണുങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന യോഗങ്ങളെ പങ്കെടുക്കാറുള്ളൂ. അവർ പാതി എത്തുമ്പോൾ ഉറങ്ങുകയും ചെയ്യും. ഉച്ച നേരമാണെങ്കിൽ പറയാൻ വേണ്ട. ഈ സാഹിത്യ പരിഷത്തിലൊക്കെ നടക്കുന്ന സംഭവം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് കൊള്ളാം, നല്ല ഒരു എന്താ പറയുന്ന ഒരു മധ്യാഹ്നം എന്നൊക്കെ പറയാം. ഇപ്പോൾ എനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെയധികം സർഗാത്മകതയും സംഘാടന പാഠവുമുള്ള രണ്ട് പേര്. ഇപ്പോൾ തനൂജയാണെങ്കിൽ, തനൂജ എനിക്ക് പണ്ടേ അറിയാം, ഫിലിപ്പച്ചനും രണ്ടുപേരും കൂടി ഒത്ത് സാഹിത്യത്തിന് വേണ്ടി ഒരുമിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഒട്ടും നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഇവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ലളിതാംബിക അന്തർജനം ട്രസ്റ്റും ചവറ കൾച്ചറൽ സെൻറ്ററും ഇനി ദീർഘകാലം ഇങ്ങനെ സഹകരിച്ച് പ്രവർത്തിക്കട്ടെ എന്ന് ആദ്യമേ ആശംസിച്ചു കൊള്ളുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയാൻ പറ്റുന്നില്ല. എല്ലാ കാര്യങ്ങളും വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് മനുഷ്യർക്ക് മാധ്യമം വേണ്ടത്. കഥയും കവിതയും നോവലും വരുന്നത് അങ്ങനെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പറയുന്ന കാര്യത്തിനല്ല, പറയുന്ന രീതിക്കാണ്, രൂപത്തിനാണ്, ഫോമിനാണ് പ്രാധാന്യം എന്ന് വരുന്നു. കണ്ടൻ്റ് അല്ല, ഫോമാണ് കലയിൽ പ്രാധാന്യമുള്ളത് എന്ന് വരുന്നു. അവിടെ നിന്ന് ആണ് ഇതെല്ലാം, എല്ലാ ചർച്ചകളും തുടങ്ങേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ജീവിതത്തിൽ നിന്നല്ലാതെ നമുക്ക് ജീവിതം മാത്രമേ ഉള്ളൂ നമുക്ക് എഴുതാനായിട്ട്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞു തുടങ്ങാം. ഞാൻ താമസിച്ചിരുന്നത് ഇവിടെ എറണാകുളത്ത് കോമ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടെ അടുത്താണ്, നമ്മുടെ സവിത സംഗീത തിയേറ്ററിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. ആ കോമ്പാറയിൽ ഒരു കോളനിയുണ്ട്. ഒരു വാല കോളനി എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റല്ല അങ്ങനെയൊക്കെ പറയുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ കോളനി. പക്ഷെ അവർ കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന ആളുകളൊന്നുമല്ല. ഈ കരയിൽ കച്ചവടം നടത്തി, മീൻ കച്ചവടം നടത്തിയിരുന്ന ആളുകളാണ്. അവിടെയുള്ള ഏക ക്രിസ്ത്യൻ വീടായിരുന്നു എൻ്റേത്. വേണമെങ്കിൽ അവിടെയുള്ള ഏറ്റവും വലിയ വീട് എന്നും കൂടി പറയാം. എൻ്റെ അല്ല, എൻ്റെ അമ്മയുടെ വീടായിരുന്നു. അപ്പോൾ എൻ്റെ ബാല്യം മുഴുവനും അവിടെയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 1971 പാകിസ്ഥാൻ ഇൻഡോ പാക് യുദ്ധം ഉണ്ടായ സമയത്ത് അവിടുത്തെ എല്ലാ ജനലുകളും കടലാസ് കൊണ്ട് ഒട്ടിച്ച്, എല്ലാ വിളക്കുകളും കെടുത്തി പേടിച്ച് മൂലകളിൽ ഒതുങ്ങിയിരുന്നൊരു കാലമൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെയായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. പിന്നെ ആ വീടൊക്കെ വിറ്റുപോയി. പിന്നീട് കൃത്യം പറഞ്ഞാൽ 50 വർഷം കഴിഞ്ഞിട്ടാണ്, എൻ്റെ 60-ാം വയസ്സിലാണ് ഞാൻ അതുവഴി പോകുന്നത്. അതുവഴി പോയപ്പോൾ ആ വീട് കണ്ടുപിടിക്കാൻ എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. വീട് അതേപടിയുണ്ട്, അതേപടിയല്ല, കുറച്ച് മാറ്റങ്ങളോടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ ഒരു ചായക്കടയാണ്. അപ്പോൾ സന്തോഷമായി, കയറി ചെല്ലാമല്ലോ. വേറെ ആരുടെയെങ്കിലും വീടാണെങ്കിൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കയറി ചെന്നിട്ട് ഒരു ചായ പറഞ്ഞു. ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഓരോ മുക്കും മൂലയും എനിക്കറിയാം. അവിടെ നിന്നൊക്കെ ഓരോ സ്വരങ്ങൾ ഞാൻ കേൾക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10 വയസ്സുകാരൻ വന്ന് എൻ്റെ മുന്നിൽ നിന്നു. ആ 10 വയസ്സുകാരൻ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഒരു വസ്തുവിനെ നോക്കുന്നത് പോലെ. ഒരുപാട് ഓടിക്കഴിഞ്ഞൊരു മനുഷ്യനാണ്, ഒരുപാട് നടന്നൊരു മനുഷ്യനാണ്. മരണം നിറഞ്ഞ വഴികളിലൂടെ അയാൾ ഒരുപാട് നടന്നിട്ടുണ്ട്, പക്ഷേ മരിച്ചിട്ടില്ല, ജീവനോടെ ഇരിക്കുന്നുണ്ട്. ഇയാളുടെ മനസ്സിന് ഒരു കുതിച്ചുചാട്ടങ്ങളുമില്ല, നിശ്ചലമാണ്. ആ 10 വയസ്സുകാരൻ ഈ 60-കാരനെ നോക്കുന്നത് ഒരു വസ്തുവിനെ നോക്കുന്നത് പോലെയാണ്. ആ ഒരവസ്ഥ അവിടെ ഇരുന്ന് ഞാൻ അനുഭവിച്ചു. എനിക്കറിയില്ലായിരുന്നു ഈ ഒരു അനുഭവം എങ്ങനെയാണ് ഞാൻ
എഴുതേണ്ട ഒരു കാര്യമാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇതെങ്ങനെ ആവിഷ്കരിക്കും എന്ന് എനിക്കറിയില്ല. കൃത്യം പറഞ്ഞാൽ 30 വർഷം കഴിഞ്ഞിട്ട് ഞാനൊരു കഥ എഴുതി. മുഴക്കം എന്നൊരു കഥ എഴുതി. ആ മുഴക്കം എന്ന കഥയിൽ 7-8 വർഷങ്ങളായി കാണാതായ ഒരച്ഛനെ ഒരു മകൾ കണ്ടെത്തി വീട്ടിലേക്ക് എത്തിക്കുന്നതാണ് കഥ. വരുന്ന വഴി ഒരു വീട് ചായപ്പീടികയാക്കി മാറ്റിയ ഒരു സ്ഥലം കണ്ടപ്പോൾ അച്ഛൻ നോക്കി നിന്നു. മകൾ അവിടെ കയറി അച്ഛന് ചായയും സാൻഡ്വിച്ചും വാങ്ങിക്കൊടുത്തു. അച്ഛൻ ഇതൊന്നും കഴിച്ചില്ല. അച്ഛൻ അടുത്ത വീട്ടിലെ വലിയ മേൽക്കൂരയിലെ പ്രാവിനെയും നോക്കിയിരുന്നു. തിരിച്ച് വീട്ടിൽ വന്നു. അച്ഛനെയും കൊണ്ട് വീട്ടിൽ വന്നു. അച്ഛനൊരക്ഷരം മിണ്ടുന്നില്ല. രാത്രി ആയപ്പോൾ അമ്മയ്ക്ക് അച്ഛനെ എന്ത് ചെയ്യണമെന്നറിയില്ല, വല്ലാത്ത എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല. ഇയാളൊരക്ഷരം മിണ്ടുന്നില്ല. വന്നപ്പോൾ മുതൽ ഉറങ്ങാൻ തുടങ്ങിയതാണ്. ആ മുറിയിലേക്ക് അമ്മ പോകുന്നില്ല. മകൾ അമ്മയോട് പറഞ്ഞു, ഈ രാത്രി അമ്മ അച്ഛനോടൊപ്പം കിടക്കണം, ആ മുറിയിൽ കിടക്കണം എന്ന് പറഞ്ഞു. വളരെ ശങ്കയോടെയാണ് അമ്മ ആ മുറിയിലേക്ക് പോയത്. അമ്മ കിടന്നു. രാത്രി ഏറെ വൈകിട്ടും മകൾക്കുറക്കം വരുന്നില്ല. അവൾ ആലോചിക്കുകയായിരുന്നു. കോലാർ ഖനിയിലൂടെ കടന്നു വന്നൊരു ജീവിതമാണ്. അച്ഛൻ പണ്ടൊരിക്കൽ ഭൂമിയുടെ അടിയിൽ എനിക്കൊരു മുറി പണിത് തരണം എന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ ആർക്കിടെക്റ്റാണ്. അമ്മ എല്ലാവരും കളിയാക്കിയെങ്കിലും അമ്മ പണിത് കൊടുത്തു. പണിത് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതിൽ എന്തോരം വെളിച്ചമാണ്, സൂര്യനെ തടവിലിട്ടതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അച്ഛന് വേണ്ടത് ഇരുട്ടായിരുന്നു, ഖനിയിലെ ഇരുട്ടായിരുന്നു വേണ്ടത്. അങ്ങനെയുള്ളൊരച്ഛൻ. രാത്രി ഏറെ കഴിഞ്ഞപ്പോൾ ആ മുറിയിൽ നിന്ന് അമ്മ ചാടി പിടിച്ച് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, മോളെ, അതിനെ എവിടെയെങ്കിലും കൊണ്ടേ കളയൂ, അത് നമ്മുടെ ആരുമല്ല എന്ന്. അത് എന്ന വാക്കാണ് അമ്മ ഉപയോഗിച്ചത്. അച്ഛൻ എന്നല്ല, ആ മനുഷ്യൻ എന്ന് പോലുമല്ല, അതിനെ എവിടെയെങ്കിലും ഉപേക്ഷിക്കൂ എന്നാണ് പറഞ്ഞത്. ഈ അത് എന്ന വാക്ക് എഴുതുന്നതിന് തൊട്ട് മുമ്പോ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴോ ഒന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു. എഴുതി അവിടെ എത്തിയപ്പോൾ ഈ അത് എന്ന് പറഞ്ഞ വാക്ക് അവിടെ വന്നു. അത് എന്ന് പറഞ്ഞ വാക്ക് അവിടെ എഴുതിയില്ലെങ്കിൽ, അതല്ലെങ്കിൽ അത് എന്ന വാക്കിന് പകരം മറ്റെന്തെങ്കിലുമാണ് ഞാൻ അവിടെ എഴുതിയിരുന്നതെങ്കിൽ ആ കഥ മറ്റൊന്നാകുമായിരുന്നു. ഈ കഥ ഈ രൂപത്തിലായത് അത് എന്നൊരു വാക്കിലൂടെയാണ്. അപ്പോൾ എനിക്കൊരു കാര്യം പണ്ടേ അറിയാവുന്നതാണെങ്കിലും ഒന്നുകൂടി അനുഭവത്തിൽ ബോധ്യപ്പെട്ടു. ഒരു ചെറുകഥയിൽ ഒരു വാക്കിന് പോലും വളരെയധികം വിലയുണ്ട്. ഒരു വാക്കിലാണ് നിലനിൽക്കുന്നത്, കവിത പോലെ. ഇപ്പോൾ ഗിരിജയൊക്കെ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എഴുതുന്നവരെല്ലാവരും വാക്കുകൾ കൊണ്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ ഒരു കഥയിൽ എന്തെങ്കിലും എഴുതിയ പോരാ, ആ കൃത്യമായൊരു വാക്കില്ലെങ്കിൽ മുഴുവനും കൈവിട്ടു പോകും. ആ കഥയിൽ തന്നെ കോലാർ ഖനിയുടെ ഒരനുഭവം പറയുന്നുണ്ട്. 1994 ഞാൻ KGF സന്ദർശിക്കുന്നത്. ആ സമയത്ത് അത് ഭാഗികമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. തലയിൽ ഒരു ഹെഡ്ലൈറ്റൊക്കെ കെട്ടി വെച്ചിട്ട് ലിഫ്റ്റിലിറങ്ങി 3-4 കിലോമീറ്റർ താഴേക്ക് പോയിട്ട് അതിൻ്റെ തുരങ്കങ്ങളിലൂടെയൊക്കെ നടന്നു പോയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഒരുപാട് പേരവിടെ ജീവനോടെ സംസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർണ്ണത്തിളക്കമുള്ള ആ കരിങ്കല്ലിൻ്റെ ആ പാതയിലൂടെ നടക്കുമ്പോൾ ഒരു വല്ലാത്തൊരു മുഴക്കം അനുഭവപ്പെട്ടിരുന്നു. ഈ മരിച്ചവരുടെ ഒരു സ്പർശം അനുഭവപ്പെട്ടിരുന്നു. അതിലൂടെ കടന്നു വന്നതാണ് ഈ മനുഷ്യൻ. ആ മുഴക്കം അദ്ദേഹം ജീവിതത്തിലുടനീളം അനുഭവിച്ചിട്ടുണ്ട്.
മരിച്ചോ എന്ന് ചോദിച്ചാൽ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്തരം സ്വഭാവമുള്ള ഒന്നിലേറെ കഥകൾ എനിക്ക് എഴുതാൻ ഇടയായിട്ടുണ്ട്. ഞാൻ ഇടയായിട്ടുണ്ടെന്നേ പറയുള്ളൂ. ഈ എഴുത്തുകളൊന്നും എൻ്റെ സിദ്ധിയാണ് എന്ന് ഞാൻ പറയില്ല. ഒരു കാലം അല്ലെങ്കിൽ ഒരു ജനത, നമ്മൾ ഇടപഴകുന്ന മനുഷ്യർ, അവരെല്ലാവരും കൂടിയാണ് ഒരാളെ കൊണ്ട്, ഒരു എഴുത്തുകാരനെ കൊണ്ട് എഴുതിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കൽ ചിത്രകാരനായ എഡ്വേർഡ് മങ്ക് പറഞ്ഞിട്ടുണ്ട്, കൈത്തുന്നൽ വേല ചെയ്യുന്ന സ്ത്രീകളെയും എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരെയും കാണണ്ട എനിക്ക്, ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ നിന്നുകൊണ്ട് എനിക്ക് ചിത്രങ്ങൾ വരക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് അവിടെ തോന്നുന്നൊരു കാര്യം. ഈ ജീവിതം വളരെ ചലനാത്മകമായ, വൈകാരികമായ കുതിച്ചുചാട്ടങ്ങളുള്ള ജീവിതത്തിലൂടെ കടന്നു വരുന്ന ഒരു മനുഷ്യന് മാത്രമേ അത്രയ്ക്ക് ജാഗ്രതയോടെ, സെൻസിറ്റീവായിട്ട് ആ കാലഘട്ടത്തെ പിടിച്ചെടുക്കാനാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര സരളമായ ഒരു പ്രക്രിയയല്ല എഴുത്ത് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം, ഓരോ നിമിഷങ്ങളും എല്ലാവരും ഓരോ തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. നമുക്ക് തോന്നുന്നു നമ്മുടെ ജീവിതമാണ് ഏറ്റവും നാടകീയവും സംഭവബഹുലവും വേദന നിറഞ്ഞതെന്ന് എല്ലാവരും വിചാരിക്കുന്നു. പക്ഷേ ഇത് പകർത്തി വച്ചാൽ ഒരിക്കലും അതൊരു കഥയോ നോവലോ ഒന്നും ആകില്ല, കലാസൃഷ്ടി ഒന്നും ആകുന്നില്ല. അത് വെറുതെ ഡോക്യുമെൻറ്റേഷൻ മാത്രമേ ആകുന്നുള്ളൂ. ഡോക്യുമെൻ്റ് ചെയ്യുന്നത് കലയല്ലല്ലോ, അതൊരു പത്രപ്രവർത്തനം പോലെ ഒരു ആവർത്തനം മാത്രമാണത്. പക്ഷേ ഒരു കഥയാവണമെങ്കിൽ, കവിതയാവണമെങ്കിൽ, നോവലാവണമെങ്കിൽ മറ്റെന്തോ ഒരു മാജിക് അതിൽ സംഭവിക്കണം. അതിൽ നമുക്കറിയാം, നമ്മൾ രാഷ്ട്രീയമായ ആശയങ്ങൾ പറയുന്ന ധാരാളം കഥകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാവരും ഫാഷിസ്റ്റ് വിരുദ്ധ കഥകൾ എഴുതുന്നൊരു സമയമുണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കഥയിലൊരു കോണ്ടൻറ്റ് കിട്ടി എന്നുള്ളതാണ്, അല്ലാതെ കഥയല്ല എഴുതുന്നത്. ആ കോണ്ടൻറ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കഥ എഴുതിക്കൊണ്ടിരുന്നത്. ചെറുകഥയുടെ പിതാവായ ചെക്കോവ് 200 വർഷങ്ങൾക്ക് മുമ്പ് കഥ എഴുതി തുടങ്ങുന്നത് ഈ പ്രസ്ഥാനത്തിനെതിരെ ആയിരുന്നു. ആ കാലം വരെ റഷ്യൻ ചെറുകഥകൾ ചെയ്തിരുന്നത് രാഷ്ട്രീയമായ സാർ ചക്രവർത്തിമാരുടെ പ്രവർത്തനത്തിനെതിരെയുള്ള ശക്തമായ വിമർശനമായിട്ടാണ് അവർ എഴുതിക്കൊണ്ടിരുന്നത്. ഈ എഴുത്തിനെതിരെയുള്ള ആക്രമണമായിരുന്നു അക്കാലത്തെ എഴുത്തുകൾ മുഴുവനും. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ പറയില്ലേ, നിങ്ങൾക്ക് സാമൂഹ്യ പ്രതിബദ്ധത വേണം എന്ന് പറയാറുണ്ടല്ലോ. അവർക്ക് വേണ്ടി എഴുതണം എന്നാണ് പറയുന്നത്. നമുക്ക് പറയാം, ഭരിക്കുന്ന കക്ഷികളുടെ കുഴലൂത്തുകാരായിട്ട് എഴുത്തുകാർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് നമ്മുടെ ഈ കേരളത്തിൽ. അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും ഭരിക്കുന്ന കക്ഷിയുടെ ആളുകളാണ്. അവർക്ക് PRO വർക്ക് ചെയ്യാൻ ആർക്കും ഒരു മടിയുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ നടത്തുന്നത്. വളരെ ഉചിതമായൊരു ചർച്ചയാണത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കലാസൃഷ്ടിയാവണം, ഒരു കഥയാവണം. അതിന് ശേഷമാണ് ബാക്കിയെല്ലാം വരുന്നുള്ളൂ. ഒരു കഥയെ കഥയാക്കുന്നതിൻ്റെ ഫോമാണ്, രൂപമാണ്. ആ രൂപത്തിലാണ് ഒരു കഥാകാരൻ അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റ്, ഒരു കവി പ്രവർത്തിക്കുന്നത്. വാക്കുകളാണ് കവിത എന്ന് പറയാറുണ്ട്. അതുപോലെ കഥയും അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. വാക്കുകൾ കൃത്യമായിട്ട് വാർന്നു വീണില്ലെങ്കിൽ അത് കഥയല്ലാതായിട്ട് മാറും. എന്നാൽ ഈ വാക്കുകൾ മാത്രം കെട്ടിയുണ്ടാക്കിയ ആ ഫോമിന് ആ മൂല്യം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. ഒരു സാഹിത്യ സൃഷ്ടിക്ക് അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിക്ക് മൂല്യമുണ്ടാകുന്നത് അത് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത് രചിക്കുന്ന ആളുടെ വിഷനാണ്. ആ വിഷൻ ഇല്ലെങ്കിൽ, ആ ദർശനമില്ലെങ്കിൽ, ആ കാഴ്ചപ്പാടില്ലെങ്കിൽ അതൊരു മികച്ച കലാസൃഷ്ടിയായിട്ടൊരിക്കലും മാറുകയില്ല. ഒരു കഥ വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന സംഭവങ്ങളാണെങ്കിൽ പോലും അതിൽ നവ്യമായൊരു കാഴ്ചപ്പാട് അതിൽ തെളിഞ്ഞു വരണം. അല്ലെങ്കിൽ പുതിയൊരു അനുഭവം, പുതിയൊരു ജീവിതം നമുക്ക് അതിൽ നിന്ന് കിട്ടേണ്ടിയിരിക്കുന്നു. പലപ്പോഴും വളരെ നാടകീയമായ കഥകൾ വായിച്ച് വികാരഭരിതരായിരിക്കുമ്പോൾ
ആണ് ആ ഒരു കാലഘട്ടത്തിലാണ് 2 വർഷം മുമ്പ് നോബൽ സമ്മാനം കിട്ടിയ ജോൺ ഫോസയുടെ കുറേ കഥകൾ വായിക്കാനിടയായി. കഥകൾ വായിക്കാനിടയായപ്പോൾ വലിയ തമാശയായിട്ട് തോന്നി. നമ്മുടെ നാട്ടിൽ എടുത്തു വെച്ച അതൊന്നും കഥകളായിട്ട് ആരും സമ്മതിച്ചു തരില്ല വിവർത്തനം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ. വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് കഥയായിട്ട് എഴുതിയിരിക്കുന്നത്. സംസാരശേഷിയില്ലാത്ത ഒരു അമ്മുമ്മയും ഒരു പേരക്കുട്ടിയും. ഒരു ചിത്രമാണത്, ഒരു പെയിൻറ്റിങ് പോലെ മനോഹരമാണ്. അവരുടെ ഇടപെടലുകൾ വിവരിച്ചിരിക്കുകയാണ് ജോൺ ഫോസെ ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ മദ്യപനായ ഒരു മനുഷ്യൻ ഒരു കുട്ടിക്ക് വാങ്ങിക്കൊടുത്ത ഒരു സാൻഡ്വിച്ച്, അത്രയേ ഉള്ളൂ. മറ്റൊന്ന്, ഒരു കുട്ടി കാത്തിരിക്കുകയാണ് കൂട്ടുകാരൻ വരാൻ ജർമ്മനിയിൽ നിന്ന്. അവൻ വരുമ്പോൾ എനിക്കൊരു കളിപ്പാട്ടം കൊണ്ടുത്തരും. അത്രയ്ക്ക് നിസ്സാരമായ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. എനിക്കൊരു കഥ എഴുതാൻ സാധിച്ചിട്ടുണ്ട്. യാസുജിറോ ഒസുവിൻ്റെ ഒരു സിനിമ ലേറ്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ അതിൽ ഒരു രംഗമുണ്ട്. അതിൽ ഒരു പൂപ്പാത്രമുണ്ട്. ഒരു പൂപ്പാത്രത്തിൽ കുറേ അധികം നേരം ക്യാമറ തങ്ങി നിൽക്കുന്നുണ്ട്. ആ പൂപ്പാത്രം കാണിച്ചതിന് ശേഷം ഉള്ള രംഗവും അതിന് തൊട്ട് മുമ്പുള്ള രംഗവും ഈ പൂപ്പാത്രം ഇല്ലെങ്കിൽ പ്രവർത്തിക്കില്ല. ആ ഒരു പൂപ്പാത്രം മാത്രമേ ഉള്ളൂ. വളരെ മെഡിറ്റേറ്റീവായിട്ടുള്ളൊരു കാഴ്ചയാണ്. ആ കാഴ്ചയിൽ നിന്നൊരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരമ്മയും മകനും തമ്മിലുള്ള ബന്ധമാണ്. അമ്മയുടെ പ്രണയങ്ങളെക്കുറിച്ച് അറിയുന്ന മകൻ അമ്മയോട് അമ്മയുടെ പ്രണയം ഇപ്പോൾ എന്തായെന്ന് ചോദിക്കുന്ന മകൻ, അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധം. അത് മുഴക്കം എന്ന സമാഹാരത്തിൽ ഉൾപ്പെടുത്തുവാൻ എനിക്ക് സാധിച്ചു. അത് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, ഇതിൽ ഒരു രസമില്ലല്ലോ, അത് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ആ ഒരു അനുഭൂതി, പുതിയൊരവസ്ഥ, ഒരു പുതിയൊരു ജീവിതാനുഭവം അതിലൂടെ പ്രദാനം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നൊരു കാര്യം, ഈ 70കളിൽ ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നൊരു കാലത്ത് ജോർജ് ജോസഫ് ഉണ്ട്, അവിടെ ഇരിക്കുന്ന ജോജോ ആൻ്റണിയുണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് എറണാകുളത്ത് ഈ സൗത്ത് ഇവിടെ അടുത്തുള്ള ഏതോ ഒരു ലോഡ്ജിൽ അവിടെ സാഹിത്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ടതെന്ന് കേട്ട് ഞങ്ങൾ പിള്ളേർ വലിഞ്ഞു കയറി ചെന്നതാണ്. അപ്പോൾ ഞങ്ങൾ എഴുതും, നന്നായിട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ എന്നെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരക്ഷരം വായിക്കാൻ സമ്മതിക്കില്ല. പഴയ നസ്രാണികൾ പൊതുവെ അങ്ങനെയാണ്. ബൈബിൾ വേണേൽ വായിച്ചോ, അല്ലെങ്കിൽ പഠിക്കുന്ന പുസ്തകം വായിച്ചാൽ മതി, കഥയും കവിതയും കോപ്പൊന്നും വേണ്ട എന്നുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മളപ്പോൾ അടുത്ത വീട്ടിൽ പോയിട്ടൊക്കെ വായിക്കുന്നത് നോവലും കഥയും. മാതൃഭൂമി ആഴ്ചപ്പതിപ്പോൾ കൂടുതലും വായിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ വായിച്ച് എൻ്റെ മുൻ തലമുറ എഴുതി അതേപടി ഒരു കഥ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഏതോ ഒരു നായർ തറവാട്ടിലൊരു ഉണ്ണിക്കുട്ടൻ്റെ കഥയാണ്. ഈ ചെറുക്കന് സോനാംബുലിസം ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. രാത്രി ഇറങ്ങി നടന്നവും കുളത്തിലൂടെ നടന്നു പോയി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ജോർജും ഒരു കഥ എഴുതിയിട്ടുണ്ട്, ജോജോയും കഥ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ജോജോയുടെ കഥ ടി.ആർ വളരെ ഇഷ്ടമായി. ജോർജ് ജോസഫ് വായിച്ചപ്പോൾ പറഞ്ഞു, കൊള്ളില്ലോ, നിർത്ത് എന്ന് പറഞ്ഞു. ഞാൻ വായിച്ചപ്പോഴും പറഞ്ഞു, മോശം കഥ, ഇങ്ങനെയൊന്നും അല്ല കഥ എഴുതേണ്ടത്. അധികമൊന്നും സംസാരിച്ചില്ല, വളരെ കുറച്ചേ സംസാരിച്ചുള്ളൂ. പക്ഷേ ആ നിമിഷം എന്നെ സമൂലം മാറ്റിപ്പണിതു എന്നുള്ളതാണ്. എനിക്ക് വലിയ ഗുരുക്കന്മാരൊന്നും ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ, ജീവിതത്തിലുണ്ടായിട്ടില്ല. പക്ഷേ ടി.ആറിൻ്റെ ആ ഒരു ചീത്ത പറച്ചിൽ, ഒരു വഴക്ക് പറച്ചിൽ, ആ ശാസന എന്നെ മാറ്റിപ്പണിതു എന്നുള്ളതാണ്, ഒരു വസ്തുതയാണ്. അവിടെ മുതൽ ഞാൻ മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങി എന്നാണ്. ശരിക്കും ഞാൻ പഠിച്ച കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നീ നിൻ്റെ പുറകെ വന്നവരുടെ കഥയല്ല എഴുതേണ്ടത്, അവരെഴുതിയതുപോലെ അല്ല എഴുതേണ്ടത്, നീ നിൻ്റെ സ്വരം കണ്ടെത്തണം, നിനക്ക് പറയാനൊരു കഥയുണ്ട്. അടുത്ത പുള്ളി അന്ന് ചോദിച്ചു, നായർ തറവാട് കണ്ടിട്ടുണ്ടോ? ഇല്ല. എം.ടിയുടെ പുസ്തകം വായിച്ചിട്ടുണ്ടേ, നമ്മൾ കാച്ചുകണത് വെച്ചിട്ട്. അപ്പോൾ സ്വന്തമായിട്ട് സൃഷ്ടിക്കുന്നില്ല. ഈ പൊതുവെ പറയാറുണ്ട്, ഒരു സർഗാത്മക സൃഷ്ടി നടത്തുന്നവൻ സ്വന്തമായൊരു ലോകം കണ്ടെത്തുകയാണ്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതുപോലെ അല്ല. അമേരിക്ക അവിടെ ഉണ്ടായിരുന്നു, പേരിട്ടതാണ്. നമ്മളില്ലാത്തൊരു ലോകമാണ്. എഴുത്തുകാരൻ കണ്ടെത്തുന്നത് ഇല്ലാത്തൊരു ലോകം തന്നെയാണ്. അതുവരെ ഇല്ല, എഴുതുമ്പോഴാണ് ആ ലോകം ഉണ്ടാകുന്നത്. പക്ഷേ അത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ജീവിച്ച ജീവിതത്തിൽ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അപ്പോൾ ഈയിടെ വേറെ തമാശ ഉണ്ടായിരുന്നു. മലയാളം വാരികയിൽ ഒരു കുട്ടി വന്നിട്ട് എന്നോടൊരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞു. അവൾക്ക് പഠനാവശ്യത്തിനാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിനു വേണ്ടി അപ്പോൾ ഞാൻ വായി തോന്നിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒടുക്കത് ടൈറ്റിൽ അടിച്ചു വന്നു, വായനക്കാരെ രസിപ്പിക്കേണ്ട ബാധ്യത എഴുത്തുകാരനില്ല. തകർപ്പൻ ഹെഡിങ്ങാണ്. അപ്പോൾ എനിക്കിഷ്ടമായത്. സത്യമാണ്, ഞാൻ പറഞ്ഞതാണ്, ഇപ്പോഴും അത് തന്നെ പറയുന്നത്. പക്ഷേ കണ്ടമാനം പേര് വിളിച്ച് ചീത്ത പറഞ്ഞു. നിരസിപ്പിക്കേണ്ട ബാധ്യത ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ വല്ലതും വായിച്ചോളോ, അപ്പോൾ താൻ എഴുതണം ഇത്ര നിർബന്ധം, ഇങ്ങനെ വളരെ അക്രമാസക്തമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചു, ആ ഇൻ്റർവ്യൂ വായിച്ചതാണോ? ഇല്ല. അതാണ് വസ്തുത. ഇവർ ഇൻ്റർവ്യൂ വായിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് പണ്ട് ഞാനൊരു പത്രപ്രവർത്തകനായിരുന്നു കുറച്ച് കാലം. അന്ന് അവിടെ ഇരിക്കുന്ന എൻ്റെ ചീഫ് ന്യൂസ് എഡിറ്ററൊക്കെ പറയും, ജനത്തിന് വിവരമില്ല, താഴേക്ക് ഇറങ്ങിയിരുന്ന് എഴുതണം, നിൻ്റെ ഭാഷയിലൊന്നും എഴുതി അവർക്ക് മനസ്സിലാവില്ല, താഴേക്ക് ഇറങ്ങി ചെല്ലണം എന്ന് പറയുമായിരുന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. വായനക്കാരൻ നിന്നേക്കാളും വിവരമുള്ളവനാണ്, നിന്നേക്കാളും സെൻസിബിലിറ്റി ഉള്ളവനായിരിക്കണം. പ്രത്യേകിച്ച് കേരളത്തിലെ വായനക്കാർ വളരെയധികം സെൻസിബിലിറ്റി ഉള്ള വായനക്കാരാണ്, സർഗാത്മകതയുള്ളൊരു വായനക്കാരാണ്. അവർക്ക് നമ്മൾ എഴുതുന്ന ഒരു പാഠത്തെ അസംഖ്യം പാഠങ്ങളായിട്ട് മാറ്റി വായിക്കാനുള്ള കഴിവുണ്ട്. അവർക്കതിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഒരു നല്ല വായനക്കാരൻ ചെയ്യുന്ന പ്രവൃത്തി അത് തന്നെയാണ്. ഒരു എഴുത്തുകാരൻ എഴുതുന്നത് അതേപടി സ്വീകരിക്കുന്ന ഒരു വായനക്കാരൻ ഒരിക്കലും ഒരു നല്ല വായനക്കാരനല്ല. അതിൽ നിന്നൊരു പുതിയ പാഠം സൃഷ്ടിക്കുന്നവനാണ് നല്ല വായനക്കാരനാകുന്നത്. അത് ഇന്നും എൻ്റെ ഉറച്ച വിശ്വാസം അതുതന്നെയാണ്. വായനക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കേണ്ട ഒരു ബാധ്യതയും നല്ലൊരു എഴുത്തുകാരനില്ല. എൻ്റർടൈൻ ചെയ്യിക്കുന്നത് എന്തിനാണ്? കൂടുതൽ പുസ്തകം വിറ്റഴിയാനാണ്. എന്തിനാ കൂടുതൽ പുസ്തകം വിറ്റഴിയുന്നത്? കൂടുതൽ കാശ് കിട്ടാനാണ്. അപ്പോൾ എന്താണത്? ബിസിനസ്സാണ്. ഇതൊരു കലാപ്രവർത്തനമല്ലെന്നേ, അതൊരു കച്ചവടമാണത്. കച്ചവടക്കാരത് ചെയ്തോട്ടെ. ഇപ്പോൾ പണ്ട് ഉംബർട്ടോ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു കുറ്റാന്വേഷണ നോവൽ എഴുതുന്ന ആൾക്കറിയാം അയാളുടെ ഓഡിയൻസ് ആരാണ്, അയാളുടെ വായനക്കാരാരാണെന്ന് അറിയാം. അപ്പോൾ അവർക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നും ഇയാൾക്കറിയാം. അതുകൊണ്ട് അയാൾ ആ കൃത്യം അത് കൊടുക്കും. അതേസമയം എനിക്കറിയില്ല എൻ്റെ വായനക്കാരാരാണെന്ന് എനിക്കറിയില്ല, അത് എനിക്കും അറിയില്ല. കുറേ കാലം എന്നെ ആരും വായിച്ചിരുന്നുമില്ല. 10-20 വർഷം കഴിഞ്ഞിട്ടാണ് ചാവുന്നില്ല, ഇപ്പോൾ അകത്ത പറഞ്ഞു ഇവിടെ, 10-20 വർഷം കഴിഞ്ഞിട്ടാണ് വായിച്ചത്. ഒരു പുതിയ തലമുറ വന്നപ്പോഴാണത് വായിക്കാൻ തുടങ്ങിയത്. അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. നമ്മൾ വളരെ ഗൗരവത്തിൽ എഴുതി കഴിഞ്ഞാൽ അതേ സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ ഈ ഫേസ്ബുക്കിലാകെ ചർച്ചയാണല്ലോ എസ് ജോസഫിൻ്റെ ഒരു പ്രസ്താവന വന്നല്ല, ഒരു കഥ എഴുതിക്കഴിഞ്ഞാൽ ഞാൻ മുട്ടയിട്ടേ എന്ന് പറഞ്ഞ് പിടക്കോഴി പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അസംബന്ധമാണ്. അതങ്ങനെ ഒരാൾക്ക് എഴുതണം തോന്നിയ അയാൾ എഴുതട്ടെ, അയാൾ അച്ചടിക്കട്ടെ, അയാൾ ഫേസ്ബുക്കിൽ എഴുതട്ടെ. അതൊരു ബിൽ ബോർഡാണ്, അതൊരു പരസ്യപ്പലകയാണ്, ആർക്ക് എന്ത് വേണമെങ്കിലും എഴുതാമല്ലോ. അങ്ങനെ ചെയ്യരുതെന്ന് ഒരു തലമുറയോട് മുൻ തലമുറയ്ക്ക് പറയാൻ എന്ത് അവകാശമാണുള്ളതെന്ന് എനിക്ക് പിടികിട്ടിയില്ല. അത് വളരെ അസംബന്ധമാണ്. ജോസഫിന് വേണമെങ്കിൽ ജോസഫ് ചെയ്യണ്ട, അത്രയേ ഉള്ളൂ അതിൽ, അതിനപ്പുറം ഒന്നും അതിനകത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് വിട്ടുപോയി. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞ് ഞാൻ ചുരുക്കാം. ഈ ചാവുനിലം എന്ന നോവൽ ഇവിടെ ചർച്ചയായതിൻ്റെ പേരിൽ ഞാൻ പറയുകയാണ്. ഈ ചാവുനിലം എഴുതാനിടയായ ഒരു സംഭവം ഞാൻ പറയാം. എൻ്റെ കൂടെ കളിക്കൂട്ടുകാരിയായിരുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ വീട്ടിൽ വലിയ പ്രശ്നം നിറഞ്ഞൊരു വീടായിരുന്നു. ആ കുട്ടി ഒരു ഘട്ടത്തിൽ കന്യാസ്ത്രീ മഠത്തിലേക്ക് പോയി. അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. എപ്പോഴും നടുവേദനയാണ് ആ കുട്ടിക്ക്. ഒരിക്കൽ പശു കുത്തിയതാണെന്നാണ് പറയുന്നത്. പശുവിന് എന്തോ കാടി കൊടുക്കാൻ പോയപ്പോൾ അങ്ങനെ ആ മഠം വിട്ടു പോന്നു. പിന്നെ പെണ്ണല്ലേ, പിടിച്ച് കെട്ടിക്കാതെ എന്ത് ചെയ്യും എന്നുള്ള മട്ടിൽ വീട്ടുകാരൊക്കെ കൂടി ഏതോ ഒരുത്തനെ കൊണ്ട് കെട്ടിച്ചു. അവിടെ അടുത്തുള്ള ഒരു തയ്യപ്പണിക്കാരനെ കൊണ്ടാണ് കെട്ടിച്ചത്. ഇവർ തമ്മിൽ ഒരു ചർച്ചയില്ല. ഇവനാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ്. ആദ്യ രാത്രി പുലർന്നപ്പോൾ ഇവൾ അക്ഷരാർത്ഥത്തിൽ രക്തത്തിൽ കുളിച്ച് കിടക്കണം. ഒന്ന് വാവിട്ട് കരയാൻ പോലും ശേഷിയില്ലാതെ അവൻ അതിഭീകരമായിട്ട് ആക്രമിച്ച് വളരെ കൂളായിട്ട് എണീറ്റ് പണിക്ക് പോയിരിക്കുക. ഈ അവസ്ഥ എൻ്റെ ഭാര്യയോട് ഇവൾ പറഞ്ഞു. അപ്പോഴാണ് ഞാനത് നടുങ്ങിപ്പോയത്. ഈ നടുക്കത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാവുന്നിൽ കടലാസിൽ ഞാൻ എഴുതാൻ തുടങ്ങിയത്. ഈ ക്രൂരത
ഒരു മനുഷ്യൻ നടത്തുന്ന ക്രൂരത, പ്രണയം എന്ന് പറഞ്ഞെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും ജൈവികമായ ഒരവസ്ഥയിൽ ഉണ്ടാകുന്ന ആ ക്രൂരതയിൽ നിന്നാണ് ഞാൻ ഈ ചാവുനിലത്തിന് വേണ്ടി ആദ്യത്തെ വരി എഴുതാൻ തുടങ്ങിയത്. പക്ഷേ ചാവുനില അതിനും എത്രയോ കാലം മുമ്പ് എഴുതി തുടങ്ങിയിരുന്നുള്ള വസ്തുത എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് 79, 80 കാലഘട്ടത്തിൽ ഒരു വല്ലാത്തൊരനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു ബന്ധു, അദ്ദേഹം അസാധ്യ മദ്യപാനിയായിരുന്നു. മദ്യപിച്ച് കഴിഞ്ഞാൽ ഏതോ ആൽക്കഹോളിക് സ്കീസോഫ്രീനിയ വന്നതുപോലെ അതിഭീകരമായിട്ട് ആക്രമിക്കുമായിരുന്നു. ആക്രമണം മുഴുവൻ ഏറ്റുവാങ്ങിയിരുന്നത് അയാളുടെ ഭാര്യ, അതായത് എൻ്റെ അമ്മായിയായിരുന്നു. ഭീകരമായ ആക്രമണം, തലമുടിയിൽ പിടിച്ച് വലിച്ച് മതിലിൽ ആഞ്ഞടിക്കുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഒരു ദിവസം അയാൾക്ക് തോന്നുകയാണ് അയാളൊരു സൂപ്പർ ഹ്യൂമനാണെന്ന് തോന്നുകയാണ്. വിഷം കഴിച്ചാൽ പോലും ഞാൻ മരിക്കില്ല എന്നൊരവസ്ഥ വരികയാണ്. അപ്പോൾ അയാൾ കുറച്ച് ഈ കൃഷിയൊക്കെ നടത്തുന്ന ആളായിരുന്നു. ഏതോ കൃഷിക്ക് കടിക്കാൻ പറ്റിയ വിഷം ഒരു നുള്ള് നാവിൽ വയ്ക്കും. അപ്പോൾ ഇങ്ങനെ ഡെയിലി ഇത്തിരിച്ച് നാവിൽ വെച്ച് കഴിഞ്ഞാൽ മരണത്തെ മറികടക്കാമെന്നായിരുന്നു ആ വിഡ്ഢിയുടെ വിശ്വാസം. പക്ഷേ ഒരു ദിവസം നാവിൽ വെച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി. അയാൾ മരിച്ചില്ല, കിടപ്പായിപ്പോയി. മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടന്ന അയാളെ ഈ സർക്കാർ ആശുപത്രി കൊണ്ടിട്ടു. അപ്പോൾ എല്ലാവർക്കും പേടിയാണ്, ഇയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഭാര്യ അറസ്റ്റിലാവും. ഭാര്യ പ്രതികാരം ചെയ്തതാണെന്നുള്ളതിന് എല്ലാ തെളിവുകളും ആളുകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. എപ്പോഴും അങ്ങനെയാണല്ലോ. അങ്ങനെ ഇയാൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കുമ്പസാരിച്ച് ഡോക്ടറോട് ഞാൻ തനിയെ കഴിച്ചതാണെന്ന്. ആ മനുഷ്യൻ ജീവിതത്തിൽ ആകെ ചെയ്ത ഒരേ ഒരു നല്ല കാര്യം അതായിരുന്നു. അതുകൊണ്ട് കൊലക്കേസിൽ നിന്ന് എൻ്റെ അമ്മായിയും മക്കളും രക്ഷപ്പെട്ടു. പക്ഷെ സംഭവം അതല്ല, അതൊരു വേനൽക്കാലമായിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഈ ബോഡി, ഈ ശവശരീരം വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് വല്ലാതെ മഴ പെയ്യാൻ തുടങ്ങി. മഴ എന്നൊക്കെ പറഞ്ഞാൽ ഭീകരമായ മഴ. എറണാകുളത്തെ കാര്യം അറിയാമല്ലോ, മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കയറാൻ തുടങ്ങുമല്ലോ, താഴ്ന്ന പ്രദേശമാണ്. ശവശരീരം കിടത്തിയിരിക്കുകയാണ്, പന്തൽ കെട്ടി കിടത്തിയിരിക്കുകയാണ്. മഴ വെള്ളം പൊങ്ങി പന്തലിടിഞ്ഞു പൊളിഞ്ഞു വീണ് ഏതാണ്ട് ഈമായവ് പോലെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ ഈ മരിച്ച മനുഷ്യൻ്റെ മുന്നിലിരുന്ന് കരയാൻ പോലും ഈ ഭാര്യയ്ക്കൊന്നും പറ്റുന്നില്ല. അവരെല്ലാം ദൂരെ മാറിയിരുന്നു. സന്ധ്യയായിട്ടും പുരോഹിതൻ വന്നില്ല, ശവം എടുക്കാൻ വന്നില്ല. ആത്മഹത്യ ചെയ്തതാണല്ലോ, ദൈവത്തിന് നിരക്കാത്ത പരിപാടിയാണല്ലോ. അപ്പോൾ അനുഭവിക്കട്ടെ എന്നുള്ളതാണ്. ആരനുഭവിക്കുന്നത്? ഈ ശവമല്ല, ചുറ്റുപാടുമുള്ള സാധാരണ ഇയാളെ സഹിച്ചുകൊണ്ടിരുന്ന മനുഷ്യരാണ് സഹിക്കുന്നത്. അവസാനം 6-7 മണിയായപ്പോൾ അച്ഛനും പരിവാരവും വന്നു. ആ വെള്ളക്കെട്ടിൽ നിന്ന് ശവം എടുത്തുകൊണ്ട് പോയി സെമിത്തേരിയിൽ ചെന്നപ്പോഴാണ് കഷ്ടം. അവിടെ നിറയെ വെള്ളമാണ്. ഇത് കുഴികുത്തി മൂടാൻ പറ്റുന്നില്ല. ഒടുക്കം എൻ്റെ ഒരു അമ്മാവനൊക്കെ കൂടി എന്തോ ഒരു കുഴി പോലെ എന്തോ ഉണ്ടാക്കി, ആരും നോക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. 6 അടിയൊന്നും താഴ്ത്തിയില്ല, കുഴിച്ചു മൂടി തിരിച്ചു വന്നപ്പോൾ മരിച്ചയാളുടെ ഭാര്യയുടെ, എൻ്റെ അമ്മായിക്ക് കണ്ണിൽ ചെങ്കണ്ണ് ചുവന്ന് തീപ്പന്തം പോലെ ഇരിക്കണം. നോക്കിയപ്പോൾ മക്കൾക്കും ഇതേ അവസ്ഥ, അയൽപ്പക്കത്തുള്ള 1-2 പേർക്കും ചെങ്കണ്ണ്. വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ ഈ നിമിഷം മുതലാണ് ഞാൻ ചാവുനിലം എഴുതി തുടങ്ങിയത്. ചാവുനിലത്തിൽ വസൂരി കത്തിപ്പടരുന്ന സമയത്ത് ആ ഗ്രാമം മുഴുവനും ചെങ്കണ്ണ് ദീനം പടർന്നു പിടിക്കുന്നുണ്ട്. ഒരു ഗ്രാമത്തിൽ മുഴുവനായിട്ട് പടർന്നു പിടിക്കുന്നുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു മാർക്വേസിന് നോബൽ സമ്മാനം കിട്ടിയൊരു സമയവും അത്യാവശ്യം കുറേ പേരൊക്കെ 100 Years of Solitude ഒക്കെ വായിച്ചു തുടങ്ങിയ സമയമായതുകൊണ്ട് എല്ലാവരും പറഞ്ഞു, ഇതാണ് മാജിക്കൽ റിയലിസം എന്ന്. സത്യത്തിൽ ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു കാര്യം ഒരല്പം എക്സാജറേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത് കേരളീയർക്ക് ഇത്ര വലിയ കാര്യമാണോ? അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇത്ര വലിയ കാര്യമാണോ? ഈ മഹാഭാരതം പോലെ അതിഗംഭീരമായ ഭാവനയിലൂടെ കടന്നു വന്നവരാണ്. ഈ കുട്ടിക്കാലത്ത് ആരാണ് ഈ മഹാഭാരതത്തിലെ കഥകൾ കേൾക്കാതെ വളർന്നിട്ടുള്ളത്?
ചിത്രകഥകൾ വായിക്കാതെ വളർന്നിട്ടുള്ളത് ആരാണുള്ളത്? അപ്പോൾ ഈ മാജിക്കൽ റിയലിസം ഒന്നുമല്ല ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവുമല്ല. ഈ വണക്കമാസ പുസ്തകങ്ങളിൽ എപ്പോഴും ഈ ഒരു ദൃഷ്ടാന്ത കഥയുണ്ടാവും. അത് വളരെ മാജിക്കലായിട്ടുള്ള കഥകളാണ്. ഞാനൊക്കെ ചെറുപ്പം മുതലേ അത് കേട്ട് വളർന്നതാണ്. മാർക്വേസിന് മുമ്പേ ഡെമട്രിയ അഗിലേറ മാൾട്ടയുടെ നോവൽ വായിച്ചിട്ടില്ലേ ജോജോ? നമ്മൾ കോളേജിൽ വെച്ചിട്ട് മാർക്വേസിന് മുമ്പേ ആണത് വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മാജിക്കൽ റിയലിസം എന്ന് ഒരുപാട് നമ്മളിവിടെ എഴുതപ്പെടുന്ന എല്ലാത്തിനും അങ്ങനെ ഒരു ചാപ്പ കുത്തേണ്ട കാര്യമില്ല. അത് നമ്മളുടെ ഒരു കോളനി വിധേയത്വം കൊണ്ടായിരിക്കാം, ഈ എന്തോ എനിക്കറിയില്ല, അത് പോട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചാവുനിലം എഴുതപ്പെട്ടത്. അപ്പോൾ ഞാൻ ചുരുക്കുകയാണ്, അതൊട്ടും റിയലിസ്റ്റിക് ആയിരുന്നില്ല. ചാവുനിലത്തിലെ പല രംഗങ്ങളും വളരെ സർറിയലായിരുന്നു. ഇപ്പോൾ ഈ ചെങ്കണ്ണ് തീനം പടർന്നു പിടിച്ചതുപോലെ വളരെ വിചിത്രമായ കുറേ ഇമേജറീസ് അതിൽ നിറഞ്ഞു നിന്നിരുന്നു. പിന്നെ അതിൻ്റെ നറേഷൻ ഒട്ടും ലീനിയർ ആയിരുന്നില്ല, രേഖീയമായിരുന്നില്ല, നോൺ ലീനിയർ നറേറ്റീവായിരുന്നു. അപ്പോൾ പണ്ട് കോവിലൻ പറയുമായിരുന്നല്ലോ, ഈ കേരളത്തിൽ മുഴുവൻ എഴുതപ്പെടുന്നത് കുടുംബകഥകളാണ്, ഒറ്റ വരിയിൽ പറഞ്ഞു തീർക്കാവുന്ന കുടുംബകഥകളാണെന്ന് പറയുമായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിരുന്നു ഇതിൻ്റെ എഴുത്ത് രീതി. പിന്നെ കൊച്ചി ഭാഷയും എല്ലാത്തിലും ഉപരി കൊച്ചിയിലെ സംസാര ഭാഷയും എല്ലാം കൂടി ചേർന്ന് കോളമായി എന്ന് പറഞ്ഞാൽ മതി. ഒരു മനുഷ്യൻ വായിച്ചില്ല. ഈ നോവൽ ഇറങ്ങി 96-ലെ മിക്കവാറും എനിക്ക് പരിചയമുള്ളവർ പറഞ്ഞു, ഓ ശവന്നാറിന നോവൽ ഇതെങ്ങനെ ഇത് വായിക്കണമെന്ന് പറഞ്ഞു. അത് ഇരുന്നു പോയി. ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ DC വിളിച്ചു ചോദിച്ചാൽ അതിന് നമുക്കൊരു 2ാം പതിപ്പ് ഇല്ല, അതിനൊരു 2ാം പതിപ്പില്ല, അത് അവസാനിച്ചു. പിന്നെ ഇതിന് 2ാം പതിപ്പ് ഉണ്ടാകാൻ കാരണം കുട്ടിസ്രാങ്ക് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയതുകൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ അതിന് 2ാം പതിപ്പില്ല. അതുകൊണ്ട് മാത്രമാണ് 2ാം പതിപ്പ് വന്നതും പുതിയ തലമുറയിലെ കുറേ ചെറുപ്പക്കാർ അത് വായിച്ചതും അതിന് കുറച്ച് വായനക്കാരുണ്ടായതും ഒക്കെ അതിന് ശേഷമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ അവസ്ഥ, ഈ എഴുത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ അതാണ്. അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇത് നമുക്കൊരാളെ കൊണ്ടും എഴുതുന്നത് വായിപ്പിക്കാൻ പറ്റില്ല. ഈ എഴുത്തുകാരാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെയൊക്കെ പറയുന്നത്. നമുക്കൊരാളെ കൊണ്ട് നിർബന്ധിച്ച് എഴുതിപ്പിക്കാൻ വായിപ്പിക്കാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എഴുതാനും പറ്റില്ല. എഴുതരുത് എന്നേ ഞാൻ പറയുള്ളൂ. നമുക്കിഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ എഴുതണം. വായനക്കാർ കയറി വന്നോളും. അവർ വളരെ ഉയരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ താഴേക്ക് ചെല്ലേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇരുട്ടിലൊരു പുണ്യാളൻ എന്ന നോവൽ എഴുതിയപ്പോൾ ഞാൻ അതിനകത്തൊരു വരി കുറിച്ചിട്ടിരുന്നു, വായനക്കാരനും എഴുത്തുകാരനും ഇടയിലെ രഹസ്യ കോഡുകളാണ് സാഹിത്യം എന്ന ഒരു വരി ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്നെ എന്നും ആകർഷിക്കുന്ന വിഷയങ്ങൾ പൊതുവെ പറഞ്ഞാൽ അക്കാലത്ത് മലയാള നോവലും കഥയും ആവർത്തിച്ചിരുന്ന വിഷയങ്ങളല്ല. എന്താ പറയുന്നത്, ഒരു സത്തയുടെ മാഞ്ഞുപോക്കാണ് പലപ്പോഴും. മനുഷ്യൻ എന്ന സത്തയുടെ ഇല്ലായ്മയാണ് മിക്കവാറും ഞാൻ എഴുതുന്ന കഥകളുടെയും നോവലിൻ്റെയൊക്കെ ഞാൻ തന്നെ വിചാരിക്കുന്നത്. ഇപ്പോൾ അവസാനം എഴുതിയ എൻ്റെ നോവലിൻ്റെയും അത് പ്രധാനമായ ഒരു ഫോക്കൽ പോയിൻ്റ് അതാണ്. കാണായ്മ എന്ന നോവലിൽ അതിലൊരു മനുഷ്യൻ്റെ സത്ത മാഞ്ഞു പോകുന്നതാണ്, മനുഷ്യൻ അദൃശ്യരായി പോകുന്നതാണ്. ഈ അദൃശ്യരായി പോകുന്ന മനുഷ്യരെക്കുറിച്ചാണ് അതിലെഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന, ഇപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ആക്രമിക്കണം കേട്ടോ, ഞാനീ പറഞ്ഞതിനോടൊക്കെ നിങ്ങൾക്ക് എതിർപ്പുണ്ടാവും എന്നൊക്കെ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്കൊരു ചർച്ചയാവാം. ഈ എല്ലാം പറയുന്ന അതെവിടെ സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് എഴുത്തുകാർക്കിടയിൽ. ഇനിയിപ്പോൾ രേഖ സംസാരിക്കും, ഞങ്ങൾ രണ്ടുപേരെയും നിങ്ങൾ കൂട്ടത്തോടെ ആക്രമിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി.